ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം വരുന്ന വീഡിയോ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെയാണ്. യെസ്, നമ്മുടെ മലയാളത്തിലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് അവരവരുടെ ശരിക്കുള്ള ലൈഫിൽ ചെയ്യുന്നതും അതുപോലെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് അവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആ സമയത്ത് കുറേ ഡിസ്കഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ വെളുക്കാൻ തേയിപ്പിക്കുന്ന ചേച്ചിമാരുടെ എണ്ണം കൂടി വരുന്നു, അല്ലെങ്കിൽ വെളുക്കാനുള്ള ടാബ്ലറ്റുകാർ, അതുപോലെ ഗമ്മീസ്, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുടെയൊക്കെ പരസ്യങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നു. വെറും പരസ്യങ്ങളല്ല, വളരെ കമ്പല്ലിംഗ് ആയിട്ട് ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള ചില പരസ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എക്സ്പേർട്സിനോടൊക്കെ ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് റിക്വസ്റ്റ് വന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ ആരെടുത്ത് ചോദിച്ചാലും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കായിട്ട് മാറി. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമാ നടിമാരൊക്കെ ഇല്ലേ, അവർക്കുണ്ടായ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. അതായത് സിനിമ ആക്ട്രസസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു പണ്ടുള്ള ഫേസ്, ഇപ്പോഴുള്ള ഫേസ്, അതിനകത്ത് അവരുടെ കളറിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പതിയെ ഈ പറയുന്ന പോലെ ഒരു ഇൻഫോർമേഷൻ സ്പ്രെഡായി. ഇവരൊക്കെ ഈ ഗ്ലൂട്ടാത്തയോൺ IV ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആൾക്കാരിൽ, എസ്പെഷ്യലി ഗേൾസിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് പറയുന്നത് കളറാണ്. ഇത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്കിൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുന്നത് പോലെ ഒരു വെളുത്ത നിറമാണ് എൻ്റെ സ്കിന്നിനുള്ളത്. ഉണ്ണിയെ നോക്കൂ, ഉണ്ണിയുടെ സ്കിൻ എന്ന് പറയുന്നത് കറുപ്പ് കളറാണ്. ഇതിലെങ്ങനെയാണ് ഇവിടെ നമുക്ക് നാണക്കേട് തോന്നേണ്ട എന്ത് ഫാക്ടറാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ത്രൂ ഔട്ട് മൈ ലൈഫ് എൻ്റെ സ്കിന്നിൻ്റെ കളർ ഇതായതുകൊണ്ട് തന്നെ എനിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ്, ഞാൻ ആ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു എന്നല്ല പറയുന്നത്, നമ്മളെ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കളർ ഇതായതുകൊണ്ട് നമുക്ക് അവർ തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതേസമയം ഇനിയിപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എന്നെക്കാട്ടിലും ഈ പറയുന്ന വെളുത്ത കളർ സ്കിന്നിന് കുറച്ചും കൂടി കൂടുതലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുമെന്നും എനിക്കറിയാം. അതേപോലെ തന്നെ ഉണ്ണിക്കും ഉണ്ണിയുടെ ത്രൂ ഔട്ട് ഈ സമയം വരെയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കളർ എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു ആൺകുട്ടി അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു സ്കെയിലാണ് പെൺകുട്ടി അനുഭവിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഇത്രയും മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ഇപ്പോഴും പെൺകുട്ടികളെ മറ്റേ കല്യാണം കഴിക്കാനും അതുപോലെ തന്നെ അട്രാക്റ്റീവായി ഇരിക്കാനും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. സക്സസ്ഫുള്ളായി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് സുന്ദരി ആവുക എന്നുള്ളതും ആ സൗന്ദര്യത്തിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ആ ഒരു രീതിയിലേക്കൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളിപ്പോഴും. മാറാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, മാറ്റം കൊണ്ടുവരുന്ന ആളുകളുണ്ട്, പക്ഷേ ഇപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ അളവുകോലുകളിൽ ഒന്നായിട്ടുള്ള വെളുത്ത നിറം ഇല്ല എന്നുള്ളത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര ഇൻസെക്യൂർ ആക്കുന്ന ഒരു ഘടകമാണ്. അതിന് ആവശ്യത്തിൽ കൂടുതൽ വളം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സിനിമ, പരസ്യങ്ങൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ആണ്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, ഇവരൊക്കെയാണോ ഇൻഫ്ലുവൻസേഴ്സ്? അൺഫോർച്ചുനേറ്റ്ലി യെസ്. കാരണം ഇവർ ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ വാക്ക് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്, സർവീസസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് വീണ്ടും വീണ്ടും പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കുന്നതും ഇവർക്കൊക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതും ഇവരുടെ അടുത്തേക്ക് വീണ്ടും ഈ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി ആണെങ്കിലും പ്രൊഡക്റ്റുകളും സർവീസുകളാണെങ്കിലും ഇവരുടെ അടുത്ത് വീണ്ടും ഇവരെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി സമീപിക്കുന്നത് അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്, അപ്പോൾ ഇവരെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അഗെയിൻ സെയിങ്, അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ ഇൻഫ്ലുവൻസേഴ്സ്. ഇവരെ എത്തിക്സ് പഠിപ്പിക്കാനുള്ളൊരു വീഡിയോ അല്ല ഇത്. കാരണം അതിനി ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ റീസൺ നമ്പർ 1 എന്ന് പറയുന്നത്, ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഇവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, ഇവരെന്ത് പ്രോഡക്റ്റാണ് ഇവരിലേക്ക് എത്തിക്കുന്നത്, ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ബോധ്യമുള്ള ആൾക്കാരാണിവർ. സെക്കൻഡ് തിങ്, ഈ പറയുന്ന പ്രോഡക്റ്റുകളൊന്നും തന്നെ ഇവർ ഡെയിലി കൺസ്യൂം ചെയ്യുന്നില്ല എന്നുള്ളത് ഇവരുടെ ഒരു 1 മന്തിലെ ഇൻസ്റ്റഗ്രാം റീൽസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളാരും ഇതൊന്നും എടുക്കുന്നൊന്നുമില്ല എന്നുള്ളത്. അതിനകത്തേക്ക് നമുക്ക് വരാം. ഇനി തേർഡ് തിങ്, ഇവർ റിയാക്ട് ചെയ്യുന്നത്, അതായത് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ആയിക്കോട്ടെ സർവീസിൻ്റെ ആയിക്കോട്ടെ, ഇല്ല ഇൻക്ലൂഡിങ് ഇവരൊക്കെ മറ്റേ ഫാമിലി വ്ളോഗ്സ് ഉൾപ്പെടെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു
കാര്യം വരണം, ഇവരുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യം വരണം. അപ്പം മാത്രമാണ് ഇവർ റിയാക്ട് ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടു, നമ്മുടെ മനുഷ്യത്വം എവിടെ, മനുഷ്യത്വം നശിച്ചു പോയോ. അപ്പം ഞാൻ വിചാരിച്ചു ഷീ സോ കൺസേൺഡ് അബൌട്ട് മനുഷ്യത്വം. അപ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കാൻ തോന്നി, നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? നിങ്ങൾ എത്ര ആൾക്കാരെയാണ് ഇൻസെക്യൂർ ആക്കുന്നത്? എത്ര ആൾക്കാരുടെ ഇൻസെക്യൂരിറ്റീനെയാണ് നിങ്ങൾ ഇവിടെ പൈസയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് റൈറ്റാണ് മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ റീസെൻറ്റ് ടൈമിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് അയച്ചു തന്ന വീഡിയോസ് ഇവരുടെ രണ്ടുപേരുടെയുമാണ്. നമ്മൾ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഇവർ എന്തിനെങ്കിലും റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രൊമോഷനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് റിയാക്ഷൻ ചാനൽസ് ഉണ്ട്. നമ്മളും കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നതാണ്. ഇവർ ഈ പറയുന്ന മനുഷ്യത്വം ഇല്ലാതെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളാണെങ്കിലും ലീഗലി പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക. ഇനി അതല്ല, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് അതിനെ നേരിടാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നേരിടുക. പക്ഷേ ലോജിക്ക് വെച്ച് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഇപ്പം നമ്മളും ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് 2 ഡെർമറ്റോളജിസ്റ്റുകളുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് പ്രശ്നം. അപ്പോഴാണ് ഇവരുടെ ഉള്ളിലെ മനുഷ്യത്വം ഉണരുന്നത്. ഇവർ പറയും, മനുഷ്യത്വം എവിടെ? നമ്മൾക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും പ്രശ്നം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര റീൽസ് അപ്ലോഡ് ചെയ്യുന്നു ഓൺ എ ഡെയിലി ബേസിസ്, നിങ്ങൾ എത്ര വീഡിയോസ് വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിനിവിടെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെ സൊസൈറ്റി, ഞാൻ പറയുന്നത് മാന്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ്, ഞാൻ അല്ലാത്ത ആൾക്കാരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റി റീഫോം ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇന്നിവിടെ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? എനിക്ക് ഉറപ്പാണ് അതിനിപ്പോഴും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും അതേ ഇൻസെക്യൂരിറ്റിയിലായിരുന്നു ഇവിടെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉറപ്പായിട്ടും അത് പ്രൊമോട്ട് ചെയ്തേനെയും എനിക്കതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അവരത് ചെയ്യും. കാരണം ഇപ്പോഴും അവർ പല പല പേരുകളിൽ, ഫെയർ എന്നുള്ളത് ഇവിടെ ഗ്ലോ ആയി, പിന്നെ ഈവൻ സ്കിൻ ടോൺ ആയി, അങ്ങനെ പല പല പേരുകളിലായിട്ട് ഇവരിത് അങ്ങനെ മുഖത്തെ പാടുകളും ചുളിവുകളും നിങ്ങളുടെ കറുത്ത നിറവും മാറ്റിത്തരും എന്ന് പറയുന്നതിന് പകരം മൈ സ്കിൻ ഇസ് സോ പ്രോൺ ടു ആക്നെ യുനോ, അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം ഇട്ട് അരച്ചു, അപ്പോൾ എൻ്റെ ആക്നെ മുഴുവൻ പോയി, നിങ്ങളുടെ പോസ് മുഴുവൻ അടഞ്ഞു കിട്ടും. സ്കിന്നിൽ നാച്ചുറലി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് അൺനാച്ചുറലായി എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണയിൽ നിന്ന് വ്യത്യാസമായൊരു കാര്യം വരികയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണം. പക്ഷേ ഇവിടെ കുറച്ച് ആളുകൾ വന്നിരുന്ന് ഈ പറയുന്ന വാക്കുകൾ ഇതൊക്കെയാണെങ്കിലും അൾട്ടിമേറ്റ്ലി പറയുന്നതാണ് നിങ്ങളുടെ സ്കിന്ന് വെളുപ്പിച്ച് തരും. അത് വെളുപ്പിക്കാൻ പാകത്തിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ പുറത്ത് തേക്കാനുള്ളതും അകത്ത് കഴിക്കാനുള്ളതും പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോസ് കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ അടുത്തും കൂടെ സൈബർ സെല്ലിലും കാര്യങ്ങളിലും ഒക്കെ കയറി ഇറങ്ങി അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. നമുക്കെതിരെ കേസ് ഒന്നുമല്ല കേട്ടോ, നമ്മൾ കേസ് കൊടുക്കാൻ പോവുകയാണ്. ഈ ഫേക്ക് ആയിട്ടുള്ള കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൻസിക കൃഷ്ണയുടെ നമ്മൾ കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തു, നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് അവർക്ക് തോന്നി. ആ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ ചാനലിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരെ ലോജിക്കലി ക്വസ്റ്റ്യൻ ചെയ്യരുത്, അതാണ് ഇവരുടെ പ്രശ്നം. അല്ലാതെ ഏറ്റവും മോശമായ തരത്തിൽ ഇവരെക്കുറിച്ച് എന്ത് സംസാരിച്ചാലും ഇവർക്ക് കോപ്പിറൈറ്റ് കൊടുക്കാണ്ട്. ഇവരെ ലോജിക്കലി കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ഭാഗം യൂട്യൂബിനെ ആണെങ്കിലും, നമുക്ക് യൂട്യൂബിനൊരു ടീമുണ്ട്, അവരെയൊക്കെ ആണെങ്കിലും ബോധ്യപ്പെടുത്താൻ നമുക്കൊരു സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വീഡിയോ റിക്കവർ ചെയ്തെടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കാം. ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഞെട്ടും. പക്ഷെ ഞെട്ടണ്ട, കാര്യമൊന്നുമില്ല, മൊത്തം ഒന്ന് കേട്ടാൽ മതി. ഒന്ന് പാനിക് ആവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എല്ലാ പ്ലാൻസും ക്യാൻസൽ ചെയ്തോ, എല്ലാ മീറ്റിംഗ്സും ക്യാൻസൽ ചെയ്തോ, നമുക്കൊരു കാര്യം അത്യാവശ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ കണ്ടോ HK വൈറ്റേഴ്സിന്റെ ബർത്ത്ഡേ സെയിൽ ഇസ് ഫൈനലി ലൈവ്. സത്യം പറഞ്ഞാൽ എല്ലാ പ്രൈസസും എനിക്കൊന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം എന്റെ ഫേവറേറ്റ് HK വൈറ്റേഴ്സിന്റെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് just $599. പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ഡൾ സ്കിൻ, അൺഈവൻ സ്കിൻ ടോൺ, ഇതിലേതെങ്കിലും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി പർച്ചേസ് ചെയ്യണം. ഗൈസ്, ഞാൻ തമാശ പറയല്ല,
599 ഇപ്പത്തെ എനിക്ക് വേണ്ടി മാത്രമല്ല ഫ്യൂച്ചറിൽ എനിക്കും കൂടെ ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ മറക്കണ്ട, ബർത്ത്ഡേ സെയിൽ ഇസ് ലൈവ് ഓൺലി ഫ്രം 23rd June to 26th June. അപ്പൊ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാ, നേരെ HK വൈറ്റൽസോട്ട് പോവാ. പ്ലീസ് മിസ് ആയെന്ന് മാത്രം എനിക്ക് ടെക്സ്റ്റ് ചെയ്യല്ലേ. ഇപ്പം നമ്മൾ കേട്ട വോയിസ് നിങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും. സൗഭാഗ്യ വെങ്കടേഷ് അവരുടെ വോയിസാണ് നമ്മൾ കേട്ടത്. ഇവരിത് പുഴുങ്ങി വല്ലതും കഴിക്കുമോ? ഇപ്പോഴത്തെ എനിക്ക് കൂടിയല്ല ഫ്യൂച്ചറിൽ ഇവർക്ക് വേണ്ടി ഇവർ പർച്ചേസ് ചെയ്യില്ല, കാരണം അടുത്ത മാസം അടുത്ത ബ്രാൻഡിൻ്റെ കൊളാബ് ഉണ്ടല്ലോ. അതെ, കാരണം മാക്സിമം ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി, അത് അവർ ചെയ്യും. ഇത് ഈ നോർത്ത് ഇന്ത്യക്കാരുടെ പരസ്യമൊക്കെ അതേപോലെ മലയാളവൽക്കരിച്ചെടുക്കുന്നതിൻ്റെയൊക്കെയാണ്. ഇപ്പോൾ എല്ലാ പരിപാടിയും മാറ്റി വെച്ചു, ദാണ്ട് വന്നിരിക്കുന്നു നമ്മുടെ ചെയ്യുന്ന ജോലിയൊക്കെ മാറ്റി വെച്ചു, ഇപ്പം തന്നെ വന്നിരിക്കുന്നു. ഇടയിടെ മനുഷ്യന്മാർ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അഹാന കൃഷ്ണയുടെ യൂട്യൂബ് ചാനലും നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന പോലെ അഹാന ഇത് കൺസ്യൂം ചെയ്തിട്ട് അതിൻ്റെ ക്യാപ്ഷനാണ് രസം. ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് പ്രൊമോട്ട് ചെയ്തിട്ട് അവർ അതിന് ക്യാപ്ഷനായിട്ട് ഇട്ടിട്ടുള്ളത്, has been a new addition and my skin has been really enjoying, highly recommended. ഈ സെയിം ക്യാപ്ഷൻ അഹാനയുടെ ഒരുവിധം എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ പ്രൊമോഷൻ വീഡിയോയുടെ താഴെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എടുത്തു നോക്കിയ സമയത്ത് ഇതിന് മുൻപ് ഇവർ വേറൊരു ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്ത ടൈമിലും അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന ക്യാപ്ഷൻ ഇത് തന്നെയാണ്. ഇവർ ഇനി ഒരു വൈറ്റമിൻ സി പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അഹാനയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും, ഇത്രയും അഡീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് വേറെ എന്തിനെങ്കിലും സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആ വീഡിയോ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നതിൽ എനിക്കുള്ള കൺസേൺ എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ആൻ ആഡ്. അവരതിനെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർക്കൗട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നേരെ പോയി ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് കഴിക്കുന്നു, അത് കഴിഞ്ഞ് അവരുടെ ദിവസം കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് എൻ്റെ റുട്ടീൻ എന്ന് അവർ ആളുകളോട് പറയുകയാണ്. ഈ വീഡിയോ അഹാന പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 6 days ago ആണ്. നിങ്ങൾ അഹാനയുടെ ചാനലിൽ 20th June അഹാന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള സിയ ബൈ അഹാദിഷിക അതിൻ്റെ ഒരു സാരിയൊക്കെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നതിൽ, പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഹാനയ്ക്ക് ബോഡി ആക്നെ ഉണ്ട്. ഇന്നലെ അഹാനയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു ലോങ് വീഡിയോ ഉണ്ട്. ഇറ്റ്സ് വിസിബിൾ ദാറ്റ് അഹാനയ്ക്ക് ബോഡി ആക്നെ ഉണ്ട്. നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലാത്തിടത്തോളം കാലം ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് അതിനകത്തൊരു ഇറിറ്റേഷനോ ഇച്ചിനെസ്സോ കാര്യങ്ങളോ നിങ്ങൾ അതിനകത്തൊട്ടും അൺകംഫർട്ടബിൾ ആകുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ല, നിങ്ങൾക്ക് അതിനകത്ത് ഈ പറയുന്ന തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. നിങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അത് ഒരു പരിധിവരെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഇവർ പറയുന്നത് ആക്നെ കുറയ്ക്കും, ആക്നെ സ്കാർസ് കുറയ്ക്കും, മാർക്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും അഹാനയുടെ സ്കിന്നിൽ ഈ പറയുന്ന മാർക്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത്? കുറേ നാൾ മുന്നേ ഉള്ള വീഡിയോസ് എടുത്ത് നോക്കിയ സമയത്തും ഈ ബോഡി ആക്നെ അവർക്കുണ്ട്. ഈ മരുന്നെല്ലാം കൂടി കഴിച്ചിട്ടാണോ ഇനി ഇങ്ങനെ? എനിക്കറിയത്തില്ല. ഇനി അതിൻ്റെ വല്ല ഇതുമാണെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഡോക്ടറെ നിങ്ങൾ കാണേണ്ടതാണ്. ഇവരെന്താണ് ഇതിനകത്തൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ സംസാരിച്ച എല്ലാ ഡെർമറ്റോളജിസ്റ്റും, അതിനകത്ത് ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെ അടുത്തും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പറയുന്നത്, വളരെ സങ്കടത്തോടു കൂടി അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണ്. അല്ലാത്തവരും അവരുടെ അടുത്തേക്ക് എത്താറുണ്ട്. ഇവർ കാരണം ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും ഇവരുടെ സ്കിന്ന് ഏറ്റവും മോശമായ അവസ്ഥയിലായതിനു ശേഷമാണ് ഈ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി എത്തുന്ന സമയത്ത് ഇതെങ്ങനെയാണ് സ്കിൻ ഇത്രയും ഡാമേജ്ഡ് ആയതെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ഒരു റീസണാണോ, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ട് അവർ കൊടുത്ത പ്രോഡക്റ്റ് എല്ലാം വാങ്ങി കഴിച്ച് ദേഹത്ത് അപ്ലൈ ചെയ്ത് അത്രയും മോശം അവസ്ഥയിലാണ് എത്തുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഇതൊരു സ്കിൻ ഇഷ്യൂ എന്നുള്ളതിൽ നിന്ന് മാറി അവർക്ക് മെൻ്റലി അവർക്കൊരു സപ്പോർട്ട് കിട്ടേണ്ട അത്രയും മോശമായൊരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ എല്ലാ പണിയും മാറ്റിവെച്ച് ഇത് വാങ്ങിക്കുക, നിങ്ങളിത് തേച്ചാൽ വെളുക്കും എന്ന് പറഞ്ഞിട്ട് ഈ സൗഭാഗ്യമൊക്കെ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് ഇവരുടെയൊക്കെ കുറേ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ഉണ്ട്. ഒന്ന് കേൾക്കണം. എന്നിട്ടൊരു സൈഡിൽ കൂടെ നിങ്ങൾ ഇവരല്ലേ പറഞ്ഞ കണ്ണിന്റെ താഴെ കറുപ്പ് വരട്ടെ. അതെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, എന്നിട്ട് നമ്മുടെ ഉറക്കമൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ച് കണ്ണിന്റെ താഴെ കറുപ്പൊക്കെ വരട്ടെ. കാരണം ഇവർ ഈ പ്രോബ്ലം വരാനുള്ള ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് കണ്ണിന്റെ താഴെ പ്രോബ്ലം വന്നാൽ എന്താ, നമുക്കതൊരു മരുന്നൊക്കെ തേച്ച് മാറ്റാലോ എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇൻസെക്യൂരിറ്റി വളർത്തും. എന്നിട്ട് ഇവരുടെ പ്രൊഡക്റ്റ്, കാരണം ഇൻസെക്യൂരിറ്റി ഉള്ളിടത്ത് മാത്രമേ ഇവർക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് 100% എന്നല്ല, പക്ഷേ കൂടുതലും ആ സ്പേസിലാണ് ഇവരിതിനെ
പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരിതിൽ ഒരാൾ പോലും ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് ഓക്കെ ആണോ, ഇത് എല്ലാവർക്കും കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അല്ല. നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഈവൻ നിങ്ങൾക്കൊരു അസിഡിക് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് മിനിമം നിങ്ങളൊക്കെ പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അറിയത്തില്ലേ, അവരപ്പോൾ അവരുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരതാണ് പറയുന്നത്, അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരത് നോക്കിയും കണ്ടും ഒന്നുമില്ലല്ലോടോ. ഒരു നിങ്ങൾ ഇത്രയും എഡിറ്റൊക്കെ ചെയ്യുന്നതല്ലേ നിങ്ങളുടെ വീഡിയോ ഒക്കെ, നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ അത്രയും ഫിൽട്ടർ ഇട്ടിട്ടല്ലേ, അതിൻ്റെ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ഒരു ചെറിയ നോട്ടെങ്കിലും അതിൻ്റെ താഴെ എഴുതി വെക്കാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. ഇത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് കൺസ്യൂം ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങളിത് ചിന്തിച്ചിട്ട് മാത്രമേ. ഇവരതൊന്നും ചെയ്തില്ല. സൗഭാഗ്യം പറയുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിർത്തിക്കോ, ഓടിക്കോ, പോയി വാങ്ങിച്ചോ, ഫ്യൂച്ചറിലേക്കും കൂടെ വാങ്ങിച്ചു വെച്ചോന്ന്. ഫ്യൂച്ചറിന് ഉദ്ദേശിച്ച് ഇവർ മക്കൾക്ക് വേണ്ടി വാങ്ങാനാണ് ഉദ്ദേശിച്ചത്? ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇത് കലക്കി കൊടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവരെല്ലാവരും പ്രോപ്പറായിട്ട് പോയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ റവന്യൂ വരുന്നത് എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു വരുമ്പോൾ വീണ്ടും ഇവരെ എത്തിക്സ് പഠിപ്പിക്കുന്നത് പോലെ ആയി പോകും. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഒപ്പീനിയൻ. പക്ഷേ ഇവരെ എത്തിക്സ് പഠിപ്പിക്കാൻ പറ്റുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതെങ്ങനെയാണ്, ഞാൻ ഇതിലൊരു ഡോക്ടറോട് സംസാരിച്ച സമയത്ത് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത്, വരാൻ പോകുന്ന ഒരു 6 വർഷത്തിൽ ഇനി ഇവിടെ ഇഷ്ടം പോലെ ഗമ്മീസ് കാര്യങ്ങളോ ഒക്കെ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങും എന്നാണ് പറയുന്നത്. കാരണം ഇതിനൊരു 13% ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്കിത് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്, ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെഡിസിൻ ഫോമിൽ നിങ്ങൾക്കിതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഗമ്മീസ് കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കിതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനവിടെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ആ ഒരു സ്പേസ് അവിടെ ഉള്ളിടത്തോളം കാലം ഇതേപോലെ ഇഷ്ടംപോലെ പ്രോഡക്ട്സുകൾ എത്തും, ഇതേപോലെ ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് എത്തും. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നത് ചൂഷണമാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു സോപ്പിൻ്റെ മെയിൽ വന്നു. ആ സോപ്പ് തേച്ച് കുളിക്കുന്നവരൊക്കെ വെളുക്കുന്നുണ്ടത്രേ. അപ്പോൾ അത് പ്രൊമോട്ട് പറയുന്നതിന് കുഴപ്പമില്ല. ഗർസോപ്പിൻ്റെ മെയിലാണ് വന്നതാണ്. അത് എനിക്ക് തോന്നുന്നില്ല അത് എനിക്ക് വേണ്ടിയിട്ട് വന്നതാണെന്ന്. കാരണം ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ വരുന്നത് മറ്റേ താടി വളരാനും മുടി വളരാനും ഒക്കെയുള്ള ഗമ്മീസ് ആയിരുന്നു. ഇപ്പോൾ ഈ വെളുക്കാനുള്ള കൂടുതൽ ക്രീമുകളും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ സിൽമ ടോക്സ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ട് നമ്മളൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ മെയിൽ വരുന്നത്. മിക്കവാറും ശ്രുതി ഉള്ളത് കൊണ്ടായിരിക്കും. സ്കിൻ കളർ കുറച്ച് വെളുത്തിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അയാൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പം ശ്രുതിയുടെ സ്കിൻ കെയർ റൊട്ടീൻ ചോദിച്ച് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് നമുക്ക്. ആ കമൻസിൻ്റെയൊക്കെ താഴെ നമ്മൾ ഈ പറയുന്ന പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് വാങ്ങാൻ ആളുണ്ട്. പൊട്ടുപോലെ വിറ്റുപോ നമുക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശ്രുതിയുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് അതിൽ ജനറ്റിക് ഒരു ഭയങ്കര ഘടകം. ഇപ്പം നമ്മൾ അഹാനയുടെ ഒക്കെ കാര്യം പറയുന്ന സമയത്തും ജനറ്റിക്, ഇപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഇഷാനി കൃഷ്ണ തന്നെ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജനറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി കളർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗ്ലൂട്ടത്തേനൊന്നും കഴിക്കേണ്ടി വരാറില്ല. സത്യമാണ്, അവർ കഴിക്കുന്നുണ്ടാവില്ല, അവർ വിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ അവർ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് വിൽക്കുന്നത്. എനിവേ, അവരുടെ ജനറ്റിക്സ് ഒരു ഘടകമാണ്. അവരുടെ പ്രോപ്പർ വർക്കൗട്ടും അവരുടെ ഡെയിലി റൊട്ടീൻ, അതുപോലെ തന്നെ അവരുടെ ഡയറ്റ്, പിന്നെ അവരുടെ ജോലിയുടെ ഒക്കെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരുപാട് വെയിൽ കൊണ്ട് കറങ്ങി നടന്ന് അങ്ങനത്തെ ജോലികളൊന്നും അവർ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലിരിക്കുന്ന, അങ്ങനെ ജനറ്റിക്സ് ഉള്ള ഒരാളുടെ സ്കിന്ന് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് ഫിൽറ്റർ ഇട്ടിട്ടാണ് അവർ നിങ്ങളോട് പറയുന്നത് യാതൊരു പ്രശ്നമില്ലാത്ത പെർഫെക്റ്റ് സ്കിൻ നിങ്ങൾക്ക് തരാൻ ഈ സാധനത്തിനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എൻ്റെ റൊട്ടീനിൽ ഞാനിത് ആഡ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. അവരുടെ റൊട്ടീനിൽ അവർ ആഡ് ചെയ്യുന്ന, ഒന്നെങ്കിൽ ഇവർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ തേച്ചും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവർക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് മുഴുവൻ ഇവർക്ക് എന്താ പറയുക തിരിച്ചടിയായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇവർ ചെയ്യുന്ന റാൻഡം വീഡിയോസിലൊന്നും ഇവരുടെ സ്കിൻ ഇങ്ങനെ ഇരിക്കില്ല. അപ്പം ഈ പറയുന്ന ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളും ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചേർന്ന് ഇങ്ങനൊരു സ്കിൻ കളറിൽ നിൽക്കുമ്പോൾ ഇത് മറ്റേ സാധനം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുക എന്ന് പറയുന്നത് അത് ചതിയാണ്. ഇതിനകത്ത് വേറെ വാക്കൊന്നുമില്ല, വേറെ ഒരു വാക്കുമില്ല, ചതിയാണ്, കൊലച്ചതി. എന്നിട്ട് ആ കൊലച്ചതി എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സിനിമാ നടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെ കാണുമ്പോൾ എല്ലാ ആൾക്കാരും അവരുടെ ഫോളോവേഴ്സ് വിചാരിക്കുക, അയ്യോ ഈ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർ ഭയങ്കര രസമായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഭംഗിയുടെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സമൂഹം അവരെ പഠിപ്പിച്ചത് വെച്ചിട്ട് നിറം ഒരു ഫാക്ടറാണെന്ന് അവർ മനസ്സിലാക്കും. സ്വന്തം നിറത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അത്രയും നിറം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ സുന്ദരി ആയേനെ. അത് ഈ പൗഡർ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നോക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ തോന്നും. കാര്യം വൈറ്റ് വെള്ള കളർ എവിടെ വന്നോ അവിടെ സൗന്ദര്യം ഉണ്ടെന്ന് നമ്മുടെ പെർസെപ്ഷനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെയും സ്കിൻ വെളുത്താൽ, അവരെ പോലെ വെളുത്താൽ, അവരെന്തുകൊണ്ടാണ് വെളുക്കുന്നത്? അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും, മരുന്ന് എടുക്കുന്നുണ്ടാവും. ശരി, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് നോക്കി അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്താണ് അവർ വന്ന് പറയുന്നത് ഇത് കഴിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത് തേച്ചപ്പോൾ ശരിയായെന്ന്. അപ്പോൾ അടിസ്ഥാനപരമായി
ഒരു മനുഷ്യജീവിയുടെ ഉള്ളിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഇൻസെക്യൂരിറ്റീസിനെ ചുരണ്ടി കാരണം ഇവർ ഇതൊന്നും അല്ലാത്ത റീൽസ് ചെയ്യുമ്പോഴൊക്കെ ഇവരുടെ സൗന്ദര്യത്തിനാണല്ലോ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗന്ദര്യം ഇൻക്ലൂഡിങ് ദി വൈറ്റ് സ്കിൻ, അതിൻ്റെ കൂടെ ഈ ഫിൽറ്ററൊക്കെ ഇട്ടുണ്ടാക്കുന്ന സോഫ്റ്റ് സ്കിൻ, ഇപ്പം എന്താ കൊറിയൻ സ്കിൻ, ഗ്ലാസ് ഗ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇവർ പ്രൊജക്റ്റ് ചെയ്യും ഓരോ റീലിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇത് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഇതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി വരുമ്പോഴാണ് ഇതൊക്കെ മറ്റേ സാധനം കൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊന്നും ഒരു ക്ലിനിക്കിലും പോകാറില്ലെന്നാണോ? ഇവരൊക്കെ പ്രോപ്പറായിട്ട് ക്ലിനിക്കിൽ പോകുന്നുണ്ട്, ഡയറ്റ് നോക്കുന്നുണ്ട്, ഇവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊന്നും ഫോളോ ചെയ്യാതെ ഇവർ കഴിക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സപ്ലിമെൻറ്റ് മാത്രം എടുത്ത് ചിലപ്പോൾ ഒരാൾക്കൊരു റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവാനുള്ളതല്ല. ഇതിൻ്റെ ഞാൻ ഈ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണോ, ഇതിന് റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ കുറച്ച് റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായത് ഇതിന് ഇവർ ഈ പറയുന്ന കുറച്ച് ക്ലെയിംസ് ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ ആക്നെ മാറും, ആക്നെ സ്കാർസ് മാറും, നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ആവും, ഹൈഡ്രേറ്റഡ് ആവും, ഈവൻ സ്കിൻ ടോൺ കിട്ടും, വെളുക്കും, അത്രയേ ഉള്ളൂ. അത്രയും പരസ്യമായിട്ട് പറഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് അലക്കും എന്നുള്ളത് കൊണ്ട്, ഈശ്വര ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്, വേറെ നിവർത്തിയില്ല. ഓക്കെ, അങ്ങനെ ഉള്ളത് കൊണ്ട് ഇവരിങ്ങനെയൊക്കെ പറയും, ഇങ്ങനെ കറങ്ങി വന്ന് പിടിച്ച് മൂക്കെ പിടിക്കും. ഇതൊക്കെ ഓരോ മനുഷ്യരുടെ ബോഡി ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പാരമ്പര്യം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഈ പറയുന്ന ക്ലെയിംസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യിക്കും എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ഈ മോഡേൺ സയൻസ് നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ മോഡേൺ സയൻസ് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. റിപ്പോർട്ട്സിൻ്റെ ബേസിൽ, സ്റ്റഡീസിൻ്റെ ബേസിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ പേരിൽ, അതും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന കോമ്പോണൻസ് നോക്കണം, ഇൻഗ്രീഡിയൻസിൻ്റെ പേഴ്സൻറ്റേജ് നോക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് എത്രമാത്രം റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്, ഇത് ആർക്കൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ പ്ലീസ് എടോ നിങ്ങളതിൽ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യും. നിങ്ങൾ ആ പൈസ മാത്രം കാണല്ലേ, അതിന് പിന്നിലത്തെ കാര്യങ്ങളും കൂടെ കാണും. ഞാനിപ്പോൾ സൗഭാഗ്യയുടെ റീലെടുത്ത് നോക്കിയെന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന ഏറ്റവും കൂടുതൽ കമൻസ് എന്ന് പറയുന്നത് എങ്ങനെ വണ്ണം കുറച്ചെന്ന് പറ, എങ്ങനെ വണ്ണം കുറച്ചെന്ന് പറ, ചേച്ചി എങ്ങനെ മെലിഞ്ഞ്, എങ്ങനെ വണ്ണം കുറച്ചെന്ന് പറ പ്ലീസ്. ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ്. എന്തിനാണ് അത് അറിഞ്ഞിട്ട് സൗഭാഗ്യയെ പോലെ മെലിയാനാണ്? നിങ്ങളുടെ ബോഡി ഹെൽത്തി ആണോ, നിങ്ങളുടെ ബോഡിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, സൗഭാഗ്യം മെലിഞ്ഞത് കൊണ്ടല്ല നിങ്ങൾ മെലിയേണ്ടത്. നിങ്ങളുടെ ബോഡി നിങ്ങൾ അറിയാം, നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയുക, ഹെൽത്ത് വൈസ് നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയുക, അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് അറിയുക, അതിനിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇതൊക്കെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സൗഭാഗ്യ വെയിറ്റ് കുറച്ചതിന് സൗഭാഗ്യയുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും, അതിന് സൗഭാഗ്യയുടേതായിട്ടുള്ള കണ്ടീഷൻസും ഉണ്ട്. കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ബോഡി കണ്ടീഷൻസ് ഫുള്ള് മാറും. ചിലപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമായിരിക്കില്ല അവിടുത്തെ പ്രശ്നം, പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടാവണം, പ്രോപ്പർ ഡയറ്റ് ഉണ്ടാവണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരു വിഷയമാണ്. നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം നിങ്ങളുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിന് കൃത്യമായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണം. പ്രോപ്പറായിട്ട് ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോകണം. അതല്ലാതെ സൗഭാഗ്യവണ്ണം കുറച്ചതിൻ്റെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവരത് പറയുമായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യം എന്താണ്, അതിന് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാൻ എന്താണ്, അതിന് നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകണം. അല്ലാതെ ഈ ഗമ്മീസ് ഇപ്പം നമുക്കും വരാറുണ്ട്. ഇപ്പം എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്ന പോലെയൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും മുടി വളരാനുള്ള ഗമ്മീസിൻ്റെ മെയിൽ വരാറുണ്ട്. ഞാനത് കഴിച്ചിട്ട് ചെറിയ ഒരു ബ്ലാക്ക് പൗഡർ ഇട്ടു. കഴിഞ്ഞ ദിവസം മുടി വെട്ടാൻ പോയപ്പോൾ അവിടുത്തെ പുള്ളി കാണിച്ചു തന്നാണ്. ആ പൗഡർ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കുടഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആംഗിളിൽ നോക്കിയാലും എനിക്ക് കട്ടയ്ക്ക് മുടിയുള്ള പോലെ ഉണ്ടാവും. ആക്ച്വലി എൻ്റെ മുടിയുടെ അകം ഭയങ്കര പൊള്ളയാണ്. പക്ഷേ ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ആ പൊടിയും ഇട്ടിട്ട് ഞാൻ ഈ ഗമ്മീസിൻ്റെ പരസ്യമായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, മുടിയൊക്കെ കുറവായിരുന്നില്ല, ഇപ്പോൾ നോക്കൂ കട്ടക്ക് മുടി വന്നിട്ടുണ്ട്, ഈ ഗമ്മീസ് കഴിച്ചാൽ മതി എന്ന് പരസ്യം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ആ ഗമ്മീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഈ മെഡിസിനൽ വാല്യൂ ഉള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാതിരിക്കണമെങ്കിൽ അവർ ഉറപ്പായി അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഷുഗർ കണ്ടിന്യൂസ്ലി കൺസ്യൂം ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ഇത്ര ഗ്രാം, ഇപ്പോൾ ഗ്ലൂട്ടാത്തിയോൻ്റെ കാര്യമാണെങ്കിൽ ഇത്ര mg നമുക്ക് ബോഡിയിൽ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അത്രയും mgക്ക് ചിലപ്പോൾ 1-2 എണ്ണം നമ്മൾ കഴിക്കേണ്ടി വരും. ആ 1-2 എണ്ണം കഴിക്കുമ്പോൾ അതിൽ കോട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഷുഗറും കൂടി ഉള്ളിലേക്ക് പോവുകയാണ്. ഇതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് നമുക്ക് സജഷൻ, അതായത് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർ ഗ്ലൂട്ടാത്തിയോൺ നിങ്ങൾക്ക് ഈ ഓറലി കഴിക്കാനുള്ളതാണോ അല്ലെങ്കിൽ IV ആണോ നല്ലതെന്നുള്ളത് അവർ ചെക്ക് ചെയ്തിട്ട് പറയും. അതും എത്ര mg ഏത് ടൈമിൽ എങ്ങനെ എന്നുള്ളതും അവർ പറയും.
അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ പണി എളുപ്പമായിരുന്നില്ലേ? ഈ വരുന്ന ആളുകൾക്ക് എല്ലാം ഗ്ലൂട്ടാത്തിയോണിൻ്റെ ടാബ്ലറ്റും ഗമ്മിയൊക്കെ എഴുതി കൊടുത്താൽ പോരെ. അങ്ങനെയല്ലല്ലോ. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം അതിന് പറ്റിയ പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ട്. പ്രോപ്പർ സൊല്യൂഷൻ അല്ല നമ്മൾ ഏത് സൈഡിൽ കൂടി സൊല്യൂഷൻ എടുത്താലും സൊല്യൂഷൻ്റെ കൂടെ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെയും ഇൻസെക്യൂരിറ്റീസിനെയും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് നാടിന് ചെയ്യുന്ന ദ്രോഹം. ഇനി ഞാൻ ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ കയറി നോക്കി, കുറേ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്ട്സ്, സെയിം ഗ്ലൂട്ടാത്തിയോൺ തന്നെ, പക്ഷേ കുറേ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്ട്സ് ഇവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തൊക്കെ കയറി നോക്കുന്ന സമയത്ത് ഒരൊറ്റ ഫോട്ടോ പോലും പ്രോപ്പറായിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്ററില്ല. വിത്തൗട്ട് ഫിൽറ്റർ, വിത്ത് ഫിൽറ്റർ, വിത്തൗട്ട് ഫിൽറ്റർ, വിത്ത് ഫിൽറ്റർ, ഇത് മാത്രമേ ഉള്ളൂ. ഇവർക്കെങ്കിലും, ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെങ്കിലും പ്രോപ്പറായിട്ട് നോക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത പ്രൊഡക്റ്റ് ഞാൻ 3 മാസം കഴിക്കുകയാണ്, ഈ 3 മാസം ഞാൻ വേറെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നില്ല, ഇത് സ്ഥിരമായി കൺസ്യൂം ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ടൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവരാരും മെനക്കെടാറില്ലല്ലോ. അല്ല, നമ്മൾ അവരുടെ ദുരവസ്ഥ മനസ്സിലാക്കണം. അതായത് ഇവർ ഒരു പ്രോഡക്റ്റ് 3 മാസം ഉപയോഗിക്കാൻ നിന്നാൽ ആ 3 മാസം വരുന്ന ബാക്കിയുള്ള എല്ലാ മറ്റേ പ്രൊമോഷൻസും വേണ്ടെന്ന് വെക്കേണ്ടി. രണ്ടാമത്തെ പ്രശ്നം, ഈ പെട്ടെന്നൊരു ഓഫർ വരുമ്പോഴായിരിക്കും ഇവർക്ക് മെയിൽ വരിക. അതായത് ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളൊരു റീൽ റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര രൂപ തരാം. അപ്പോൾ സൗഭാഗ്യ വെങ്കടേഷിന് എത്രയും പെട്ടെന്ന് വേഗം ബക്കറ്റ് എടുത്തോ എന്ന് പറയുന്ന ആ പരിപാടി മാത്രമേ പറ്റുള്ളൂ. കാര്യം ഇത് അറ്റപ്പറ്റയാണ് ഇങ്ങനൊരു സാധനം വരുന്നത്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ച് അയാൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടണമെന്നില്ല. കാരണം അഡ്വർടൈസ് ചെയ്യാൻ വരുന്നവരെല്ലാം സമയമായി വേഗം എടുത്തോന്നും പറഞ്ഞ് വരുന്ന ആളുകളാണ്. അവിടെയൊക്കെയാണ് ഈ എത്തിക്സിൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. നിങ്ങൾ ആ ബ്രാൻഡിനോട് പറയണം, അതെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കാം, ഉപയോഗിച്ച് നോക്കി റിസൾട്ട് ഉണ്ടെങ്കിൽ റിസൾട്ട് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ബ്രാൻഡ് പറയും അയ്യോ ഞങ്ങളുടെ പ്രോഡക്റ്റിന് അങ്ങനെ അതൊന്നും ഇല്ലെന്നേന്ന്. അതല്ലാതെ വേറെ എന്താണ്? അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന് 1 മാസത്തേക്കോ അല്ലെങ്കിൽ 3 മാസത്തേക്കുള്ള സാധനം അയച്ചു കൊടുത്തിട്ട് ഈ കൊടുക്കുന്ന പേയ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ കളിച്ചാലും 3 മാസത്തേക്കുള്ള സാധനം അയച്ചു കൊടുത്തിട്ട് നിങ്ങളിത് കഴിക്കൂ, 3 മാസത്തിന് ശേഷമുള്ള നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യൂ. ഒരൊറ്റ ബ്രാൻഡ് അത് ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ ബ്രാൻഡ് പോലും അത് ചെയ്യുന്നില്ല. വൈ? ഈ ബ്രാൻഡ് അപ്പോൾ പൂട്ടിപ്പോകുന്ന അവർക്കറിയില്ല. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പൈസ ഉണ്ടാക്കി ഒരു ഫാക്ടറി ബിൽഡ് ചെയ്ത്. ഇൻഫ്ലുവൻസേഴ്സും അതിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുള്ളത്തോളം പൂട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. ഇവർ ഒരുപാട് പ്രൊഡക്റ്റുകൾ പുതിയതായിട്ട് ഇറക്കാനേ വഴിയുള്ളൂ. അപ്പം ഇവർക്കിത് എത്രയും പെട്ടെന്ന് വിറ്റ് തീർക്കണം. ഇപ്പോൾ ഇത്ര ബോക്സ് സാധനം എടുപ്പുണ്ട്, ഇത് സെല്ല് ചെയ്ത് തീർക്കുക, അതിനൊരു ഓഫർ ഇടുക, പാക്ക് ചെയ്യുക. 500 രൂപയ്ക്ക് ഗ്ലൂട്ടാത്തിയോൺ വാങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ആളെ മനസ്സിൽ വിചാരിക്കുക. ആൺകുട്ടിയും പെൺകുട്ടിയും വിചാരിച്ചോളൂ. പക്ഷേ നമ്മളിവിടെ ഈ ഫീമെയിൽ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് കൂടുതൽ പറയുന്നത് എന്നുള്ളതുകൊണ്ടും ആ ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായിരിക്കും വാങ്ങുന്നതും കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു +2 ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് 500 രൂപയ്ക്ക് ഓഫർ ഉണ്ട്. ഇപ്പോഴത്തേക്കുള്ളത് മാത്രമല്ല, നിങ്ങൾ അടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനും കൂടി വാങ്ങണം എന്ന് പറയുമ്പോൾ എങ്ങനെ കളിച്ചാലും ഒരു 10,000-2,000 രൂപ സാധനം വാങ്ങിക്കണ്ടേ? ആ പൈസ അവരെവിടെ നിന്നാണ് അറേഞ്ച് ചെയ്യുക? ആ പൈസ അവരെങ്ങനെയാണ് വീട്ടുകാരെ കൺവിൻസ് ചെയ്യുക? വീട്ടുകാരപ്പോൾ ഈ കുട്ടി എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക? ഞാൻ പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി ഇതുപോലെ പ്രോഡക്റ്റ് വാങ്ങിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഈ അച്ഛനമ്മമാരാണ് മക്കളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ കളർ എന്ത് തന്നെയാണെങ്കിലും യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന് പകരം എൻ്റെ കുഞ്ഞ് കറുത്തുപോയി, വെയിലത്തുനിന്ന് കയറി വന്ന അപ്പം പറയുന്ന ഡയലോഗ്, കൊച്ചു കറുത്തുപോയി, അയ്യോ കുഞ്ഞ് വല്ലാണ്ട് മെലിഞ്ഞു പോയി. ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ബോഡിയുടെ കാര്യത്തിൽ, സ്കിന്നിൻ്റെ കാര്യത്തിൽ, ബുദ്ധിയുടെ കാര്യത്തിൽ എല്ലാം കമ്പയർ ചെയ്ത് ഹൈലി ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ജനറേഷനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ഛനമ്മമാർ ഈ 2,000 രൂപ അവർക്ക് ഈ ഗ്ലൂട്ടാത്തിയോൺ വാങ്ങിച്ച് വിഴുങ്ങാൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ബോഡിയിൽ കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ജിമ്മിലെ മെമ്പർഷിപ്പിന് എത്ര പൈസ വരാനാണ്? പ്രോപ്പറായിട്ട് അവർ ജിമ്മിൽ പോട്ടെ. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ അവർക്കുണ്ടെങ്കിൽ അവരൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണട്ടെ. അങ്ങനെ നമ്മൾ പൈസ മുടക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനോട് പറയുന്നത്, കുഞ്ഞ് നിനക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കൂടെയുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ മുഴുവൻ കുറ്റം പറയാണ്. എന്നിട്ട് അതും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. ഈ കഴിച്ചിട്ട് വെളുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടുത്ത കുറ്റപ്പെടുത്തൽ കേൾക്കാൻ പോവുകയാണ്. അൾട്ടിമേറ്റ്ലി ഈ മനുഷ്യരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി ഒരിക്കലും മാറാതിരിക്കും. അതിന് അച്ഛനമ്മമാർ തുടങ്ങണം. എൻ്റെ കുഞ്ഞ് ഏറ്റവും സുന്ദരിയാണ്, എൻ്റെ മോനെ കാണാൻ എന്ത് ഭംഗിയാണ്, മുഖത്ത് നോക്കി പറയടോ, ഉണ്ടാക്കിയതല്ലേ ഒന്നുമില്ലെങ്കിലും. ലോകത്ത് ആരാണ് സൗന്ദര്യം ഇല്ലാത്ത? അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, അപ്രിസിയേഷൻസ് കേൾക്കാതെ വളർന്നേ ഒരാൾ നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ അപ്രിസിയേഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് മാനസികമായി തകർന്ന് പരിപ്പിളകിയിരിക്കുന്ന ആളുകളെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവരെ കൂടുതൽ ഇൻസെക്യൂരിറ്റിയിലേക്ക് ഇവർ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനമ്മമാരെങ്കിലും ഇതിന് നടപടി എടുത്തു തുടങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇവരുടെ കച്ചവടമൊക്കെ ഇങ്ങനെ
അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പിള്ളേർ പണിക്ക് പോകാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പണിക്ക് പോകേണ്ടി വരുന്നത്. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, നിങ്ങൾ എടുത്ത് കളയാതിരുന്ന ഇൻസെക്യൂരിറ്റിയാണ് ഈ പിള്ളേരെ അപകടത്തിലാക്കുന്നത്. ഈ കളർ തിയറിയിലൊക്കെ നമ്മൾ കുറേ മാറി മാറി ചിന്തിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ നമ്മുടെ മലയാള സിനിമയിലടക്കം നായികമാരൊരു സ്കിൻ കളറാണ് അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ മാറി ചിന്തിച്ച് വന്നുകൊണ്ടിരുന്നൊരു സമയത്താണ് ഈ സോഷ്യൽ മീഡിയ കയറി കൊളുത്തുന്നത്, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം. അവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും കുട്ടികൾ നമ്മൾ ഇൻസെക്യൂരിറ്റിയിലേക്ക് മാത്രം. ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയുടെ സിസ്റ്റർ കൈക്കുഞ്ഞുമായി വന്നിരുന്ന് ചെയ്ത വീഡിയോയിൽ, കൈക്കുഞ്ഞുമായി വന്നിരുന്ന് ചെയ്ത വീഡിയോയിൽ അവർ സംസാരിച്ചത്, എൻ്റെ കുഞ്ഞിന് കളർ കുറവായിരുന്നു ജനിച്ചപ്പോൾ, അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ കൊടുത്തു, അന്നേരം എൻ്റെ കുഞ്ഞിന് കളർ വന്നു. നിങ്ങൾ എന്തായിട്ടാണ് നിങ്ങളുടെ കുഞ്ഞിനെ കാണുന്നത് എന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പേരൻസ് അവരുടെ കളറിൻ്റെ ബേസിൽ, ഫീച്ചേഴ്സിൻ്റെ ഒക്കെ ബേസിൽ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെയും ഇത്തരത്തിലുള്ള ആൾക്കാർ കയറി വരും. നിങ്ങൾ ഈ ഇൻഫ്ലുവൻസർ ഫാമിലീസിൽ നോക്കിയാൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഇൻസെക്യൂർ ആയിട്ടുള്ള ആളെ കാണാൻ പറ്റും. അതായത് ഇപ്പം സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സക്സസ് റേറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഫാമിലിയിൽ ബാക്കിയുള്ളവരുണ്ടാകുമ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് കൊണ്ട് വളരെയധികം ഇൻഫീരിയർ ആയിട്ടിരിക്കുന്ന ആളുകൾ അവർ പുറത്ത് വരാൻ മടി കാണിക്കുക, അല്ലെങ്കിൽ അവർ പുറത്ത് വരികയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫിൽറ്ററും ഇല്ലാത്ത പുകമറയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ദുരന്ത സാഹചര്യം ഇവിടെയുണ്ട്. അത്രയും ഇൻസെക്യൂർ, അതായത് നാട്ടുകാരുടെ ഇൻസെക്യൂരിറ്റി മാത്രമല്ല, സ്വന്തം കുടുംബത്ത് വരെ ആളുകൾ ഇൻസെക്യൂർ ആവുന്നതിനെ പോലും വിറ്റ് കാശാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസിലായിട്ട് സംസാരിക്കുന്നതാണ് കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയും ശ്രുതിക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും ശ്രുതി കളറിൻ്റെ കാര്യം, കാരണം ശ്രുതിയുടെ കളർ ഇതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നോടൊപ്പമുള്ളപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന, അല്ല അവരെന്നോട് പറഞ്ഞിട്ട് എനിക്കറിയാം ഭയങ്കര കഷ്ടമാണ് നമ്മൾ മനുഷ്യന്മാരെ കളറിൻ്റെ ബേസിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ അവർ കടന്നുപോയ അതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല, പക്ഷേ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, അവർ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ത്രൂ ഔട്ട് ഒരു ലൈഫിൽ മുഴുവൻ സ്വന്തം കളറിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടേണ്ടി വരിക, അതൊരു കുറവാണെന്ന് പറഞ്ഞ് അവർ തന്നെ അത് വിശ്വസിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണോ. എനിക്ക് കളറ് കുറവാണ്. പേരൻസ് മാത്രമല്ല, സ്കൂളിലാണെങ്കിലും ഒരു യൂത്ത് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അസംബ്ലിയിൽ ഒന്ന് കയറി നിന്ന് സംസാരിക്കേണ്ട ഒരു സ്പേസിൽ ഇവിടെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന കറുത്ത നിറമുള്ള സ്കിന്നിൽ ജനിച്ചു ജീവിച്ചു വന്ന വ്യക്തികളോട് ചോദിക്കണം, അവർ ഓരോ സ്ഥലത്ത് നിന്നും അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ സംസാരിക്കും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് പെടാപ്പാടുകളെക്കുറിച്ച് അവർ നിങ്ങളോട് സംസാരിക്കും. അതൊരു കുറവല്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊരു കുറവാണ് എന്നിങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പം കുറേ നാൾ കഴിയുമ്പോൾ അവർക്കും തോന്നും ഞാൻ എന്തോ കുറവോട് കൂടിയിട്ടാണ്. ഇപ്പം അഹാനയാണെങ്കിലും സൗഭാഗ്യമാണെങ്കിലും ഒക്കെ കുറേ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ, അതായത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട്, ഞാൻ പറഞ്ഞത് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യമല്ല, അവർ നേരിട്ടിരുന്ന ഫിസിക്കലി നേരിട്ടിട്ടുള്ള ചലഞ്ചസ് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത കാര്യങ്ങൾ അവരുടെ തന്നെ വ്ളോഗ്സിലൂടെയൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് അതൊക്കെ. അപ്പോൾ അവർ ചോദിക്കുമായിരിക്കും എന്തുകൊണ്ടാണ്, അപ്പോൾ അത് കാണാമെന്നുണ്ടെങ്കിൽ ഇതും എന്തുകൊണ്ട് കണ്ടുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹാന പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ച കുറവ്, അത് കാരണം അവർ നേരിട്ട പ്രശ്നങ്ങൾ, അതിനവർ ചെയ്തൊരു സർജറിയാണ്. കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുന്നത് ഒരു ശാരീരിക ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പം സർജറി ചെയ്യേണ്ട സമയത്ത് അതൊക്കെ നമ്മളുടെ ശരീരത്തിന് നേരിടുന്ന ഓരോ പ്രശ്നങ്ങളാണ്. കറുത്ത കളർ എന്ന് തൊട്ടാണ് ഒരു ശാരീരിക ബുദ്ധിമുട്ടായിട്ട്, ഒരു വൈകല്യമായിട്ടൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾ ഈ പറയുന്ന വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ കയറി നോക്കിക്കോ, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും നിങ്ങൾ നോക്കിക്കോ, അവിടെ നിങ്ങൾക്ക് കറുത്ത നിറമുള്ള വ്യക്തികളെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്? അവരുദ്ദേശിക്കുന്നത് അതല്ല. എന്തുകൊണ്ടാണ് ഇവരവരുടെ വെബ്സൈറ്റിൽ മോഡൽസിനെ കൊടുക്കുമ്പോൾ കറുത്ത നിറമുള്ള വ്യക്തികളെ കൊടുക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് കറുത്ത നിറമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആഫ്റ്റർ എന്ന് പറയുന്നത് കറുത്ത നിറമല്ല, നല്ല വെളുത്ത നിറമാണ്. ഇവരിതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ നോക്കിക്കോളൂ, ഇവർ ഫുള്ള് ഫിൽറ്റർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഗ്ലോയും കാര്യങ്ങളും ഒക്കെ വരുത്തിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നേ. എന്നാൽ അതേസമയം ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സിന് വേറെയും കുറേ എഫക്ട്സ് ഉണ്ട്. അത് പല ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ സംഭവിക്കും. ആ ബെനിഫിറ്റ്സിനെ കുറിച്ച് എന്താണ് ആരും പറയാത്തത്? കാരണം ഇവർക്ക് ഇവിടെ ആകെ വിൽക്കാനുള്ളത് കറുപ്പെന്ന് പറയുന്ന ഇൻസെക്യൂരിറ്റിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തുമാത്രം സക്സസ് ആവുമോ അതേപോലെ കറുപ്പെന്ന് പറയുന്ന ആ പ്രശ്നത്തിന് ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ വിൽക്കുന്നത്.
ഇൻസെക്യൂരിറ്റിക്ക് മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അതിനുള്ള ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യുന്നത് ആ മരുന്ന് വിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ചിലപ്പോൾ കുടുംബമായിട്ടാണ്. വെളുത്താലും മാത്രം പോരാ, ഗ്ലോ വേണം, ബ്രൈറ്റൻ ആവണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് കഴിയുമ്പോൾ ഇവർ അടുത്തതും കൊണ്ട് വരും, സ്ലിം ആവണം. അതെ. ഇവിടെ എന്തുകൊണ്ടാണ് സായി പല്ലവി ഒരു സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്ത സമയത്ത് അതിവിടെ റെക്കമെൻഡ് ചെയ്തല്ലോ, ചുമ്മാ പറഞ്ഞു. റെക്കമെൻഡ് ചെയ്തതല്ല, അത് വെറുതെ ശരിയാ സംസാരിച്ചതാ. പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് അതിവിടെ ഒരു തരംഗമായി മാറിയത്? നിമിഷ സജയൻ ഇവിടെ വന്നൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്താൽ അത് ഇതേപോലെ ഒരു തരംഗമാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറില്ല, അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്ലോ ഇല്ല. സായി പല്ലവിയുടെ മുഖത്ത് വരുന്ന മുഖക്കുരുവും നിമിഷ സജയൻ്റെ മുഖത്ത് വരുന്ന മുഖക്കുരുവും നിങ്ങൾക്ക് ഒന്നായി കാണാൻ പറ്റില്ല. കാരണം അവരുടെ രണ്ടുപേരുടെയും സ്കിൻ കളർ ഈസ് ഡിഫറെൻറ്റ്. നമുക്ക് ആവശ്യം ഹെൽത്തി സ്കിൻ അല്ല, ഗ്ലോയിങ് വൈറ്റ് സ്കിന്നാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഇങ്ങനെ നിൽക്കുകയാണ് മുകളിൽ. ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇതിനകത്ത് ഏറ്റവും ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എനിക്കത് ആ കോൺവെർസേഷനിൽ ഇവരെല്ലാവരും പറഞ്ഞു എന്ന് പറയുന്നത് മാനസികമായി തളർന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് അവർക്ക് ആദ്യം സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടാണ് എന്നാണ്. എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ആളുകളോട് എനിക്ക് ആദ്യം പറയേണ്ടി വരുന്നത്, ടീനേജേഴ്സിനോട് പറയേണ്ടി വരുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാനാണ്. എനിക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിലല്ല ഇതിപ്പോൾ. നമ്മളൊരു ഹസ്ബൻഡ് വൈഫിന് അവർ രണ്ടുപേരും ഡെർമറ്റോളജിസ്റ്റാണ്. അവർ രണ്ടുപേരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതാണ്. അവരുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തു നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്ത് കമ്മ്യൂണിറ്റിയാണോ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് തേങ്ങയാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്? കൂടെ നിർത്തി ഇൻസെക്യൂർ ആക്കി അങ്ങനെ ബിൽഡ് ചെയ്ത് അവർക്ക് സാധനങ്ങൾ വിറ്റ്, അതാണ് നമ്മൾ കാണുന്ന മില്യണുകൾ. ഇവിടെ പലരും ചോദിക്കും, ഇതിവർ ചെയ്യുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന്, എന്തുകൊണ്ടാണ് കാണുന്ന ജനങ്ങൾക്ക് ബോധമില്ലാത്തത്? അവർ കുത്തിനൊന്നും പിടിച്ച് വാങ്ങിപ്പിക്കുന്നില്ലല്ലോ, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നല്ലേ, അങ്ങനെ പോലും അവർ ജസ്റ്റ് ഇതാക്കുന്നേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വി ആർ ക്രിയേറ്റിംഗ് എ ഫാമിലി ഹിയർ. ഞങ്ങളിവിടെ ഒരു ഫാമിലിയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സ്വന്തം മോളെ പോലെ, സഹോദരിയെ പോലെ, പിന്നെ കൊച്ചുമോളെ പോലെ ഒക്കെ കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് വഴിയാണ് നിങ്ങൾ ചേച്ചിക്കുട്ടിയായി നിന്നുകൊണ്ട്, നിങ്ങൾ തക്കിടുവാവയായി നിന്നുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റീനെ, നിങ്ങളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ വന്നു, ഞാനത് നോക്കി, അപ്പോൾ അതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നി, പക്ഷേ അതിനകത്ത് ഇന്ന ആൾക്കാർക്ക് ഇത് കൺസ്യൂം ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളിത് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്തൊക്കെ നോക്കണം, നിങ്ങളൊരു പ്രൊഫഷണലിനെ പറ്റിയാൽ കാണണം. പിന്നെ ഇതിന് 100% റിസൾട്ടൊന്നും ആരും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. കുറേ ആൾക്കാർക്ക് വർക്കായിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് വർക്കായിട്ടില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇപ്പം നിർത്തിക്കോ, ഇപ്പോൾ ഓടിപ്പോയി വാങ്ങിച്ചോ, ഫ്യൂച്ചറിലേക്ക് വാങ്ങിച്ചോ, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും രണ്ടും രണ്ടാണ്. അതിവർക്ക് നല്ല പോലെ അറിയാം, ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ തിരുത്തുക എന്ന് പറയുന്നത്, ഇവരെ ചിന്തിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് എത്ര നല്ല രീതിയിൽ കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്താലും, എത്ര എവിഡൻസോടുകൂടി കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്താലും ഒന്നും ഇവർ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളൊരു സോപ്പ് വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് വാങ്ങുന്നത്. പേസ്റ്റ് വാങ്ങുന്നത് എങ്ങനെയാണ്? ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 10 ടൂത്ത് പേസ്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ 3-4 നമ്മൾ സ്റ്റക്കാവും. കാര്യം നമ്മൾ അത്രേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആ റോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രയുണ്ട്, എത്ര തരമുണ്ട്, എത്ര കാറ്റഗറി ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിതെല്ലാം അറിയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്. ആ ഇൻഫ്ലുവൻസിങ് ജോലി ടി വിയിൽ നിന്ന് അല്ലെങ്കിൽ റേഡിയോയിൽ നിന്ന് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പണ്ട് കാവ്യമാധവൻ തുണി അലക്കാൻ വേണ്ടിയിട്ട് വനമാല സോപ്പ് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പോയി വാങ്ങിയത് കാവ്യമാധവനോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടാണ്. വനമാല എന്ന് പറയുന്ന സോപ്പ് ബാക്കി എല്ലാ സോപ്പും ചെയ്യുന്നത് തന്നെയല്ലേ പരസ്യത്തിൽ സോപ്പും ചെയ്തിട്ടുള്ളൂ. വെള്ളം ഒഴിക്കുക, അത് കഴിയുമ്പോൾ പതഞ്ഞു പൊങ്ങുക, ഇതെല്ലാ സോപ്പും ചെയ്യുന്നതല്ലേ. പക്ഷെ നമ്മളവിടെ വാങ്ങുന്നത് കാവ്യമാധവനോടുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആ പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് അവർ കാവ്യമാധവൻ അത്രയും പൈസ കൊടുക്കുന്നത്. അല്ലെങ്കിൽ റാൻഡം ആൾക്കാരെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ പോരെ. സെയിം കാര്യമാണ് ഇവിടെ ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നത്. സോ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവരെ നമുക്ക് കുറ്റം പറയുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സും ഈ ആക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാവ്യമാധവൻ വനമാലയുടെ പരസ്യത്തിൽ അഭിനയിച്ച് അവിടെ നിർത്തും. അടുത്ത മാസം പുതിയ പ്രൊഡക്റ്റും കൊണ്ട് വരത്തില്ല. ഇവർ പക്ഷേ മാസമൊന്നുമില്ല, ആഴ്ചയൊന്നുമില്ല, ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അതാ അതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ പറയും ഈ സൂപ്പർ ഹീറോസിൻ്റെയൊക്കെ പടം കാണുന്ന സമയത്ത് പറയും അവർക്കൊരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ മിന്നൽ മുരളിയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ടൊവിനോയ്ക്ക് കിട്ടിയ സൂപ്പർ പവറും വില്ലന് കിട്ടിയ സൂപ്പർ പവറും രണ്ടും ഒന്നാണ്. പക്ഷെ അതവർ രണ്ടുപേരും യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കൂ. അതേപോലെ തന്നെയാണ് ഈ ഇത്രയും നിങ്ങൾക്ക് ഈ പറയുന്ന മില്യൺ ഫാമിലി എന്നൊക്കെ പറയുന്നത്, അത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ്.
അതിനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാം. നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ കഹാനയൊക്കെ ഞാൻ ആലോചിക്കുന്നത് എത്ര വർഷം കൊണ്ടിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എത്ര എമൗണ്ട് അവർ ഇതിനോടകം അവർ ഏൺ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അവിടെയും നിങ്ങളത് വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ ദർ ഈസ് ആൻ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്. അതിനെ ഇഗ്നോർ ചെയ്യാനോ ഡിനേ ചെയ്യാനോ പറ്റില്ല. ആ ഒരു ടൈമൊക്കെ എന്നോ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. യെസ്, നമ്മളത് ചൂണ്ടിക്കാണിക്കാൻ. നിങ്ങൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിച്ചിരിക്കും. നിങ്ങൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നവർ ലൈക്ക് നിങ്ങൾക്കതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കാരണം കുറച്ച് ആൾക്കാരെങ്കിലും മാറിയിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വലിയ കമ്മ്യൂണിറ്റിയോ ഒന്നും നമുക്കില്ല. പക്ഷേ ചില കമൻസ് വായിക്കുമ്പോൾ, അത് ചിലപ്പോൾ 1-2 കമൻസ് ആയിരിക്കും, അത് വായിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പ്രിപ്പയറായി, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി അത് വാങ്ങിക്കാതെ ഒന്ന് ചിന്തിക്കാൻ, ഇതെനിക്ക് ശരിക്കും ആവശ്യമുള്ളതാണോ, എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ആലോചിച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന കുറച്ച് മെസ്സേജസ് ആണെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട്. അത് വളരെ കുറച്ച് പേരിലേക്കാണെങ്കിലും എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കണ്ടു, ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് തോന്നി. നമ്മൾ പ്രൊഫഷണൽസിൻ്റെ അഡ്വൈസസ് എടുത്തു, അവരുടെ അടുത്തു നിന്ന് ഇൻഫോർമേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മളുടെ വീഡിയോസിൻ്റെ താഴെ ഡെർമറ്റോളജിസ്റ്റുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പ്ലീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഇൻഫോർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞങ്ങൾ പറയുന്നതിനെ പൂർണ്ണമായി എടുക്കാതിരിക്കുക, ഞങ്ങൾ പറയുന്നത് കേൾക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ ഒരു എഫേർട്ട് എടുത്തതിന് ശേഷം മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ നമ്മുടെ ഒരു ബോധ്യവും കൂടി വേണം, നമ്മളുടെ തലച്ചോറും കൂടെ അവിടെ വർക്ക് ആവണം. ഇവരൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഇറക്കുന്ന സമയത്തും ചിന്തിക്കുക, ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുക. അവിടെ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തിയ ഫാക്റ്റിൻ്റെ ബേസിലായിരിക്കണം. നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. വളരെ പ്രയാസമാണ്. അപ്പുറത്തു നിന്നൊരു കൊടുങ്കാറ്റ് പോലെ അല്ലെ ഒരു സുനാമി പോലെയാണ് ഈ സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളത്, പ്രതിരോധിക്കാൻ കഴിയുന്നത് പോലെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. സോ പറയാനുള്ളത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. നമുക്ക് ചിന്തിക്കാൻ സ്പേസ് തരാത്ത ഒരാളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കുക. അത് നിങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും അധ്യാപകരായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അഭിനേതാക്കളായാലും ആരാണെങ്കിലും നമുക്ക് ചിന്തിക്കാനൊരു സ്പേസ് ഇടാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ വിശ്വസിക്കാതിരിക്കുക. ആൻഡ് നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് നമ്മുടെ അവകാശമാണെന്ന് മനസ്സിലാക്കി അത് വിനിയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.